ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വെള്ളക്കടല വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സിമ്പിളായിട്ടുള്ള ഐറ്റം അല്ല, കുറച്ച് സമയം എടുത്തിട്ടുള്ള ഐറ്റമാണ്. എന്നാലും ഇതൊരു വെറൈറ്റിയാണ്. മസാല പൂരി ഈവനിങ് ചാട്ട്. മസാല പൂരി എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വെള്ളക്കടല വെച്ച് മാത്രമല്ല, ഗ്രീൻ പീസ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്ത് നോക്കിയതിൽ നമുക്ക് കടലയാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിട്ട് വന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം തന്നെ വെള്ളക്കടല, നമ്മൾ 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. അത് 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. പിന്നെ വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത്, നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കേണ്ട മസാലയുടെ ഐറ്റംസ്. അത് ആദ്യം തന്നെ നമ്മളിവിടെ സവാള, ഒരു വലിയ സവാള ഇതുപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലെങ്ത് വൈസ് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. കാരണം വെച്ചാൽ ഇത് മസാല നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരച്ചിട്ടാണ് ഈ കടലയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സവാള അരിയാവുന്നതാണ്. അപ്പോൾ സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി, അതും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി. നമ്മൾ കടലയാകുമ്പോൾ കുറച്ച് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. 2 പച്ചമുളക് എരിവുള്ളതാണ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിയില, അതും വളരെ ചെറുതായിട്ട് അരിയുക. അപ്പോൾ കാണാനും അതിനകത്ത് അലിഞ്ഞ് ചേരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട നമ്മുടെ മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം മഞ്ഞൾപ്പൊടി, അതൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എരിവ് ഉണ്ടാവും. അതുകൊണ്ട് 3/4 നമ്മൾ എടുത്തിരിക്കുന്നത്. 3/4 അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എരിവിന് വ്യത്യാസപ്പെടുത്താം. ഇനി ഈ മുളക് പൊടി ഇടുന്നതുകൊണ്ട് പച്ചമുളക് ഇടണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എരിവ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടാനുസരണം, എരിവ്, ഉപ്പ്, മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പിന്നെ വേണ്ടത് മീറ്റ് മസാലയാണ്. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മീറ്റ് മസാലയല്ല നിങ്ങൾക്ക് ഇഷ്ടം, ഗരം മസാലയാണെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, അത് 1 ടേബിൾ സ്പൂൺ എടുത്ത്, മുളക് പൊടിയേക്കാളും കുറച്ച് മുന്നിട്ട് നിൽക്കത്തക്ക രീതിയിലാണ് മല്ലിപ്പൊടി എടുത്തത്. ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കടല ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 5 ഫിസിൽ എടുക്കത്തക്ക രീതിയിൽ വേവിക്കാൻ വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലയും വഴറ്റിയെടുക്കാം. ഇതാണ് ഈ കടലയ്ക്കുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു പൂരിയുണ്ട്. ആ പൂരി നമ്മുടെ നോർമൽ പൂരിയല്ല, ഇതിൽ നമ്മൾ ചേർക്കുന്നത് വളരെ ചെറിയ സൈസായിട്ടുള്ള പൂരി. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർക്കും. റവ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അയമോദകമാണ്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ആ പൂരിക്ക് കിട്ടുന്നത്. അത് നന്നായിട്ട് നമ്മൾ കൈവച്ച് ഞെരടിയിട്ട് വേണം ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ബാറ്റർ രൂപത്തിൽ ഈ ചപ്പാത്തി മാവ് പോലെ ആക്കാൻ, കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് എടുക്കണമെങ്കിൽ നെയ്യും എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 10-15 മിനിറ്റ് ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ മസാലകൾ കാര്യങ്ങൾ തയ്യാറാക്കുകയും ചെയ്യാം. പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ സവാളയും തക്കാളിയും തന്നെ ഒരെണ്ണം ആണ് നമ്മൾ ഈ മസാല കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു ചെറിയ സവാളയും തക്കാളിയും നിങ്ങൾ കട്ട് ചെയ്ത്, ഒന്നുകിൽ കട്ട് ചെയ്ത് അപ്പം തന്നെ മാറ്റി വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് കട്ട് ചെയ്താലും മതി, കുഴപ്പമില്ല. കാരണം ഈ മസാലയുടെ ഇതൊരു മസാല പൂരി ചാട്ടല്ലേ, അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, കുറച്ച് തക്കാളി, മല്ലിയില, അതുപോലെ തന്നെ സേവ് ഈ യെല്ലോ കളറിലെ, ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതും അതിൻ്റെ പൊക്കത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നമുക്ക് നാട്ടിൽ സാധാരണ കിട്ടുന്ന മിക്സ്ചർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. നമുക്ക് ആ കപ്പലണ്ടിയൊക്കെ ഈ കടലയുടെ ഇടയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് പുതിന ചട്നിയും
പുളിയുടെ ചട്നി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാളൻ പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ സത്ത് മൊത്തം എടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കര ഇട്ടിട്ട് അതൊന്ന് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം എടുത്തിരിക്കുന്ന ഒരു ചട്നിയാണ്. നിങ്ങൾക്ക് ഈന്തപ്പഴം അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് അരച്ചു ചേർക്കാം. പുതിന ചട്നിയുടെ റെസിപ്പി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. 6 തരം ചട്നിയിൽ പുതിന ചട്നിയും ഞങ്ങൾ ചെയ്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അതിൻ്റെ റെസിപ്പിയും കിട്ടും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം കഴിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കടല വേവിക്കാനായിട്ട് വെക്കാം. ആദ്യം തന്നെ നമുക്ക് പൂരിയുടെ ബാറ്റർ റെഡിയാക്കി വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞ പോലെ തന്നെ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ടതിന് ശേഷം നമ്മുടെ അയമോദകം നന്നായിട്ട് കൈവച്ച് തിരുമ്മിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം. അത് നമ്മുടെ അയമോദകം എന്ന് പറയുന്ന സാധനം വയറിനും നല്ലതാണ്. ലേശം ഉപ്പ് ഇങ്ങനെ തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഇത് മാറ്റി വയ്ക്കാം. ആ സമയത്താണ് നമ്മൾ നമ്മുടെ മസാല റെഡിയാക്കുന്നത്. ഓൾറെഡി ഇവിടെ കടല നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയവും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ പൂരിക്കുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. വളരെ ചെറിയ പൂരിയാണ്. അപ്പോൾ ഒരു ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ബാറ്റർ വെച്ച് ഒരു 20 എണ്ണമെങ്കിലും മിനിമം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത മസാലയുടെ പ്രിപ്പറേഷൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ കടലയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. നമ്മൾ ഇത് മസാല തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ, നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ കൂടുതലും നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ നാടൻ വിഭവങ്ങൾക്കാണ് നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഓയിലാണ്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും. അതിന് ശേഷം ഇത് നന്നായിട്ട് വീണ്ടും വഴറ്റിയതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ. കാരണം കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഈ മസാലകളുടെ പച്ചപ്പ് മണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തക്കാളിയും ബാക്കി മസാലയും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ മസാല നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പൂരിയുടെ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ഇതുപോലെ നോർമൽ നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയതിന് ശേഷം ചെറിയ ചെറിയ സൈസിൽ നമുക്ക് അത് മുറിച്ചെടുക്കാം. ഇനി നമുക്ക്
ജസ്റ്റ് ഫോർക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് പൊങ്ങി നമ്മുടെ നോർമൽ പൂരിയുടെ പോലെ പൊങ്ങി വരും. ഇത് നമുക്ക് അങ്ങനത്തെ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. നോർമൽ നമ്മൾ പാനിപൂരിയൊക്കെ നല്ല കുട്ടി പൂരി പോലെ തന്നെ ഇരിക്കും. ഇത് ആ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുത്താൽ ഇത് പൊങ്ങി വരില്ല. എന്നിട്ട് ഇത് ഇതുപോലെ ചെറിയ പൂരികളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. ഇതുപോലെ ചെറിയ സൈസിലാണ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാം. ഇനി നമ്മൾ ഇത് സൈസ് ആക്കുമ്പോൾ ചപ്പാത്തി പോലെ എടുത്തിട്ട് ഇത്തരം ചെറിയ സൈസ് ആക്കുമ്പോൾ ബാക്കി വരുന്ന പീസസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതും കൂടെ വറുത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ കടലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലിൽ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൂരിയും തയ്യാറായിട്ടുണ്ട്. അതുപോലെ കടലയുടെ മിക്സും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മസാല പൂരി ചാട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നമ്മുടെ പൂരി എടുത്ത് വയ്ക്കാം. ഇത് നിങ്ങൾക്ക് പൊടിച്ചിടണമെങ്കിൽ പൊടിച്ചിടാം. പാനിപൂരി ടൈപ്പായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പൂരി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചും ചേർക്കാം. ഇത് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഈ രീതിയിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലയുടെ കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. ഇതുപോലെ നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ തൂക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ പൊക്കത്ത് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നുകിൽ നിങ്ങൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ ഈ കറികളൊക്കെ തയ്യാറായതിന് ശേഷം പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. സവാള അതിൻ്റെ മേലെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ തക്കാളിയാണ്. തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുളിയുടെ ചട്നി, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പുളിയും നമ്മുടെ വാളൻ പുളിയാണ്, പുളിയും ശർക്കരയും കൂടെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചെയ്തിരിക്കുന്ന ചട്നിയാണ്. അതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അതും കൂടെ ഇട്ടരച്ച് എടുക്കാം. അതിൻ്റെ മേളിൽ നമുക്കിങ്ങനെ നമ്മുടെ മിക്സ്ചർ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ പുതിന ചട്നി ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. പുതിന ചട്നിയുടെ റെസിപ്പി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ വേണ്ടത് നമ്മുടെ സേവാണ്. സേവും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ചാട്ട് മസാലയും
ആംചൂർ പൗഡറും. ഇത് നമുക്കിവിടെ ചാറ്റ് മസാലയും ആംചൂർ പൗഡറും ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഒരു നുള്ള് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ പൊക്കത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഒരു സ്പൈസി ടേസ്റ്റ് കുറച്ചൊന്നും കഴിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ 2 സാധനം ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പൊക്കത്ത് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ മസാല പൂരി ചാട്ട് എന്ന് പറയുന്നത്. ഇത് നല്ല ചൂടോടുകൂടി കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. കട്ടൻ ചായയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോഫിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഈ ഒരു ഐറ്റം കൂടെ കഴിച്ചാൽ, ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല വായിലൊക്കെ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് നല്ല വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ചൂടോടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല, പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. വെറൈറ്റി ഐറ്റംസ് ഇതുപോലെ അന്വേഷിച്ച് നടക്കുന്നവർ പ്ലീസ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൂടെ നമ്മളോട് ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.